എല്ലാവരുടെയും എപ്പോഴത്തെയും ഒരു ഫേവറേറ്റ് ആയിരിക്കും അല്ലേ ഈ ചിക്കൻകാരി വർക്കിൽ വരുന്ന ടോപ്സ് ആൻഡ് സൽവാസ് ഒക്കെ. എൻ്റെ ഒരു മോസ്റ്റ് ഓഫ് ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഒരു 3 ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഡാർക്ക് ടോണും അതുപോലെ തന്നെ ലൈറ്റ് ടോൺ ഷെയ്ഡ്സിലാണ്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു വർക്കിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്തുമാത്രമാണെന്ന്. ഈ ചിക്കൻകാരി വർക്കിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് സ്വീക്കൻസി വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്ന ഷെയ്ഡ്. നമുക്ക് ബോഡിയിലും സ്കാറ്റേർഡ് ആയിട്ട് തന്നെ ആ ഒരു വർക്ക് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു സമ്മർ ടൈമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടെയാണ്. ആൻഡ് യോക്ക് പോർഷനാണ് ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരുന്ന ഒരു ചിക്കൻകാരുടെ വർക്ക് തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെറ്റൂളിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ഷിഫോണിൽ സെറ്റൂളിൽ നമുക്ക് സോളിഡ് ആയിട്ടാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ദുപ്പട്ടയിൽ നമുക്ക് ആ ചിക്കൻ കാരുടെ തന്നെ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടൊരു സ്റ്റൈൽ ചെയ്താലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടെയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ചിന് തന്നെ ഒരു ലൈറ്റ് ടോൺ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. ആൻഡ് ഇതാണ് നമുക്ക് ബോട്ടം ടോപ്പ് വരുന്നത്. ആ വർക്കൊക്കെ എന്തുമാത്രം ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് തന്നെ. ആൻഡ് സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം, ജോർജറ്റിൽ വന്നിട്ടുള്ള ദുപ്പട്ട. നെക്സ്റ്റ് ലുക്ക്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡിൽ നിൽക്കുന്നതാണ്. ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിലും ഈ ഒരു സെയിം ചിക്കൻകാരുടെ വർക്ക് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് സ്ലീവ്സിൻ്റെ പോർഷനിൽ വരുന്നത്. നമുക്ക് സ്കാറ്റേർഡ് ആയിട്ടും ഒരു ഫ്ലവറിൻ്റെ ഒരു വർക്ക് ഫുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലാസ്റ്റ് ലുക്കിൽ വരുന്നത്. അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ബോട്ടമൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്താലും ഇല്ലെങ്കിൽ ഇതിനൊരു സിഗരറ്റ് ബോട്ടമൊക്കെ ഇട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ക്ലാസി ആൻഡ് എലഗൻറ്റ് ഭംഗിയായിരിക്കും. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബോട്ടം, സോളിഡായിട്ട് വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട. കോഡ് വരുന്നത് GMA 136 എന്ന കോഡ്. പ്രൈസ് റേഞ്ച് 3849 ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്യുവർ ടസറാണെന്ന്. കാരണം അതിൻ്റെ ആ ഒരു ഷീനാണെങ്കിലും നമുക്ക് ആ ഒരു മെറ്റീരിയൽ കാണുമ്പോഴും പെട്ടെന്ന് ടസറിൻ്റെ ആ ഒരു സെയിം ഫീലിൽ തന്നെ കേട്ടോ വന്നേക്കുന്നത്. ദുപ്പട്ട ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ കൊണ്ടുവന്നേക്കുന്നത്. ആഞ്ചൽ പോർഷനിൽ മൾട്ടി നോട്ടഡ് ആയിട്ട് വന്നേക്കുന്ന ടാസൽസ് നമുക്കൊരു കാഷ്വൽ ലുക്കിന് ഒഫീഷ്യലി യൂസേഴ്സിനൊക്കെ പറ്റുന്ന ഒരു സെറ്റാട്ടോ. ആൻഡ് സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ കൂടിയാണ്. ആഞ്ചൽ പോർഷനിൽ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലുള്ള പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ക്ലോസിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ടസറായിട്ടേ തോന്നത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഗീച്ച ടസറിൻ്റെ ഒരു ഫീൽഡിലൊക്കെയാണ് വന്നേക്കുന്നത്. വീപ്പിംഗ് സ്റ്റൈൽ സെമി ടസറിൽ വന്നേക്കുന്ന കളക്ഷൻ. ദുപ്പട്ടയിലും ഒരു ഹോബി പാറ്റേണിലുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ, സെൽഫ് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ അറിയാൻ പറ്റുന്നതല്ല, സട്ടിലായിട്ട് നിൽക്കുന്ന പ്രിൻറ്റ് പാറ്റേണിൽ വന്നേക്കുന്ന കളക്ഷൻ ആട്ടോ. സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം സെയിം ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു നേവി ബ്ലൂ ഇതാട്ടോ ലുക്ക് വരുന്നത്. ദുപ്പട്ടയിലൊരു സെയിം ആ ഒരു പ്രിൻറ്റഡ് പാറ്റേൺ ആണ്. ബ്രൗൺ ആൻഡ് ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് പാലറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജോമെട്രിക് പാറ്റേൺ, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ കൊണ്ടുവന്നേക്കുന്നത്. അഞ്ചൽ പോർഷനിൽ സെയിം ഒരു സ്ട്രൈപ്സ് പാറ്റേൺ. ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റഡ് പാറ്റേൺ ആണ് ടോപ്പിൽ കൊണ്ടുവന്നേക്കുന്നത്. സെയിം സെറ്റൂളിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഡാർക്ക് മൂവ് പാലറ്റിലാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയിൽ ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ദുപ്പട്ട ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ക്യാരി ചെയ്യാൻ ഈസി ആയിട്ട് വന്നേക്കുന്നത്. ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിൽ വന്നേക്കുന്ന ദുപ്പട്ട ആട്ടോ. തേർഡ് ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഡാർക്ക് ലാവൻഡർ പാലറ്റിലാട്ടോ ഇത് വന്നേക്കുന്നത്. ഇതിനകത്ത് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനാണ് ദുപ്പട്ടയിൽ കൊണ്ടുവന്നേക്കുന്നത്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ഒന്നല്ല യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും സെറ്റിലായിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്ന കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഫൈനലി വന്നേക്കുന്നത് ഈ ഒരു പീക്കോക്ക് ബ്ലൂ, അതിൻ്റെ കൂടെ ബേജിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ആഞ്ചൽ പോർഷൻ നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ.
ഒരു പ്രീമിയം ടച്ചിൽ നിൽക്കുന്ന കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു ലുക്കാട്ടോ. MS841 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2509. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോട്ടൻ്റെ കളക്ഷൻ സെയിം കളറിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് എല്ലാം നമുക്ക് ലാവൻഡർ വിത്ത് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ തന്നെ ഫുള്ളി നമുക്കൊരു സ്ക്രീൻ പ്രിൻറ്റിലാണ് ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യോക്ക് പോർഷനിലെ ഈ ഒരു വർക്കാണ്. ആൻഡ് നമുക്കൊരു ഒരു ലേസിൻ്റെ ഫ്ലോറൽ പാറ്റേണിൽ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് അറ്റാച്ച് ചെയ്ത് ആ ഒരു യോക്ക് പോർഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പോട്ട്ലി ഡോട്ട്സ് നമുക്ക് ഈ ഒരു സെൻറ്ററിലായിട്ടുള്ള ഈ ഒരു പോർഷനിൽ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടാതെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റിയൽ മിറേഴ്സിൻ്റെ വർക്കാണ് ഈ ഒരു സൈഡിൽ 4 സൈഡ്സിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു റൗണ്ട് നെക്കൊക്കെ നമ്മൾ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും കോട്ടണിൽ തന്നെ. ഈ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും നമുക്ക് സെയിം ആയിട്ട് ഈ ഒരു പോർഷനിൽ വരുന്ന സെയിം ആയിട്ടുള്ള വർക്ക് നമുക്ക് വർക്കല്ല ഈ ലേസ് ഡീറ്റെയിലിംഗ് നമുക്ക് ഈ ഒരു എൻഡ് പോർഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് സ്ക്രീൻ പ്രിൻറ്റിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയുടെ എൻഡിൽ നമുക്ക് ഈ ഒരു പോംപോമിൻ്റെ ടാസിൽസ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ബോട്ടം നോക്കുവാണെങ്കിലും ഈ ഒരു സിക്സാക് പാറ്റേണിലാണ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ബോട്ടം ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പെയർ ചെയ്ത് ഇടുമ്പോഴും നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ നോക്കുവാണെങ്കിലും നമുക്കൊരു ക്രോഷ ലേസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു യോക്ക് പോർഷനിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഹൈലൈറ്റ് നമുക്ക് ഈ ഒരു ബോട്ടത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് ഈ ഒരു സിക്സാക്കിൽ യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്തിട്ട് റിയൽ മിറർ വർക്കും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിയൽ മിറർ വർക്ക് നമുക്കിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മിറർ വർക്കും നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോപ്പിൻ്റെ എൻഡിൽ നോക്കുവാണെങ്കിലും ഈ ഒരു ക്രോഷ ലേസ് തന്നെ ടോപ്പിൻ്റെ എൻഡിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് സിക്സാക്കിൽ വന്നിട്ടുള്ള ബോട്ടം. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ട കോട്ടണിൽ തന്നെ ഫുള്ളായിട്ട് ഒരു സ്ക്രീൻ പ്രിൻറ്റിലാണ്. ഒരു പോംപോമിൻ്റെ ടാസിൽസും അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. തേർഡ് ലുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ലീഫിൻ്റെ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ബോഡിയിൽ ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് പോയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫെയർവെല്ലിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇത് 4 ഒരേ കളർ ഷെയ്ഡ്സിൽ ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു സൽവാർ സെറ്റ് ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ സെയിം ആയിട്ട് തന്നെ ഓരോരുത്തരും സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടുമ്പോൾ നല്ലൊരു ലുക്ക് കൂടെ കിട്ടും. ആൻഡ് ഈ ഒരു പോർഷനിൽ ഇതിൽ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വർക്കും കാര്യങ്ങളുമാണ്. ഈ ഒരു പാച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ തന്നെ വീനെക്ക് ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. വീനെക്ക് പ്ലേസ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. ആൻഡ് റിയൽ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു സറിയുടെ ഒരു വീവിങ് പാറ്റേൺ തന്നെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു സീക്വൻസ് വർക്കും പ്ലേസ് ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ ടച്ച് തരുന്ന രീതിക്കാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന സിക്സാക്കിൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ബോട്ടം ദുപ്പട്ട. കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്കാണ് ഈ ഒരു പ്രിൻറ്റ്. എല്ലാത്തിലും നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സിക്സാക്ക് വരുന്നുണ്ട്. അതേപോലെ പേസ്ലിയുടെ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ഒക്കെയാണ് നമുക്കൊരു ഫ്ലോറൽ പാറ്റേണിൽ ബോഡിയിൽ ഫുള്ളായിട്ട് പ്ലേസ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡയമണ്ട് ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് യോക്ക് പോർഷനിൽ ഒരു പടി ഡീറ്റെയിലിംഗ് കൊടുത്ത് അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു റിയൽ മിററിൻ്റെ വർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലേസും ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ലേസ് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിട്ടുള്ള ബോട്ടം ദുപ്പട്ട.
സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും അല്ല കാഷ്വൽ ആയിട്ടാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സൽവാർ സെറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SW2062 എന്ന കോഡിൽ 1329 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.